കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള ഇഡിയുടെ നടപടിയിൽ ഹൈക്കോടതി ഇടപെടൽ. ഇഡി കേസുകളിൽ കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടരുതെന്ന് ഹൈക്കോടതി. ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിയമം ലംഘിക്കേണ്ടിവരുമെന്ന് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. ഏത് വിധി വന്നാലും തൃശൂർ പൂരം ഇതുവരെ നടന്ന രീതിയിൽ തന്നെ ഇനിയും നടക്കുമെന്നും വത്സൻ തില്ലങ്കേരി. തൃശൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നു. ജില്ലാതലത്തിൽ തീർക്കാൻ കഴിയാത്ത പരാതികൾ ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ പരിഹരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. ഗജമുടി എസ്റ്റേറ്റിലെ തൊഴിലാളി ചന്ദ്രനാണ് മരിച്ചത്. വെറ്റിലപ്പാറയിൽ വീട്ടുപറമ്പുകളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് ചെയ്ത യുവാവ് പിടിയിൽ. മുംബൈ സ്വദേശി സുപ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. യുവാവ് തൃശൂരിലെത്തിയത് മുംബൈയിൽ നിന്ന് സ്കേറ്റിംഗ് ചെയ്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. അപകടങ്ങൾ കുറയ്ക്കാൻ സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കമായി. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയിൽ ഹൈക്കോടതി ഇടപെടൽ. ഇഡി കേസുകളിൽ കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. PMLA നിയമത്തിൽ ഇതുവരെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടണമെന്ന് പറയുന്നില്ലെന്നും കേസുമായി ബന്ധമില്ലാത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടരുതെന്നും കോടതി വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട തൃശൂർ സ്വദേശികളായ ദമ്പതികളുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. കുറ്റകൃത്യത്തിന് മുമ്പ് സമ്പാദിച്ച സ്വത്തും ഇഡി കണ്ടുകെട്ടി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിയമം ലംഘിക്കേണ്ടിവരുമെന്ന് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. ശബരിമല പ്രക്ഷോഭങ്ങൾ ഓർക്കുന്നത് നല്ലതാണെന്നും തൃശൂർ പൂരം കലക്കാൻ കോടതി വരുന്നുവെന്നാണ് ജനങ്ങൾക്ക് ഇപ്പോൾ സംശയമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്സവാഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്ന കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ക്ഷേത്ര ഏകോപന സമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം കലക്കിയതാരെന്നാണ് 2 മാസം ചർച്ച. തിമിംഗലത്തിന് മുകളിൽ എഴുന്നള്ളിപ്പ് നടത്തുമോ എന്ന് കോടതി ചോദിച്ചത് മതവികാരത്തെ വ്രണപ്പെടുത്തലാണ്. സനാതനധർമ്മത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പിന്തുണയോടെയാണ് നിലവിലെ നീക്കങ്ങൾ നടക്കുന്നത്. ഏത് വിധി വന്നാലും തൃശൂർ പൂരം ഇതുവരെ നടന്ന രീതിയിൽ തന്നെ ഇനിയും നടക്കും. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ നിരവധി ജയിലുകൾ പണിയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൺവെൻഷൻ മേള കലാകാരന്മാരായ കിഴക്കൂട്ട് അനിയന്മാരാരും പത്മശ്രീ പെരുവനംകുട്ടന്മാരാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു അധ്യക്ഷനായിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ, സ്വാമി തേജസ്വരൂപാനന്ദ, സ്വാമി ദേവസ്വരൂപാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നു. ടൗൺഹാളിൽ നടന്ന പരാതി പരിഹാര അദാലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിച്ചു. ജില്ലാതലത്തിൽ തീർപ്പാക്കാൻ കഴിയാത്ത പരാതികൾ സംസ്ഥാന സർക്കാർ ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ പരിഹരിക്കും. മറ്റു ചിലത് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിഹരിക്കും. ആവശ്യമെങ്കിൽ നിയമസഭ കൂടിയും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഏതെല്ലാം വിധത്തിലുള്ള വഴികളിലൂടെ പോകണമോ ആ വഴികളിലൂടെ പോകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഗതിവേഗം പകരുന്ന ഒരു നടപടി കൂടിയായി അദാലത്തുകൾ മാറുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 6 വയസ്സുകാരൻ അമ്പാടിക്ക് ലയൺസ് ക്ലബ്ബ് നൽകിയ വീൽചെയർ മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ R ബിന്ദു എന്നിവർ ചേർന്ന് കൈമാറി. 20 പട്ടയങ്ങളും വിതരണം ചെയ്തു. P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടലരസൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന BS ലിജീഷ്മയ്ക്ക് നാട്ടിക SN കോളേജ് തളിക്കുളം പഞ്ചായത്തിൽ അനുവദിച്ച 3 സെന്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് നൽകാൻ തൃശൂരിൽ നടന്ന അദാലത്തിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. നാട്ടിക SN കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ലിജീഷ്മ.
സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലാതിരുന്ന ലിജിഷ്മ ഏറെ നാളായി ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ തൊഴിലാളി 62 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. കോയമ്പത്തൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഈ മാസം 10-നായിരുന്നു സംഭവം. ചന്ദ്രൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ രാത്രിയോടെ എത്തിയ ആനകൾ കെട്ടിടം തകർത്തിരുന്നു. ഇതിനിടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ചന്ദ്രനെ തുമ്പിക്കൈ കൊണ്ട് ആന തട്ടി ദൂരെ തെറിച്ചു വീണ ഇയാളെ തൊഴിലാളികളും എസ്റ്റേറ്റ് ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചന്ദ്രൻ ഉൾപ്പെടെ 4 പേർക്കായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം രാത്രി വെറ്റിലപ്പാറ 14-ലെത്തിയ ആനക്കൂട്ടം നിരവധി വീട്ടുപറമ്പുകളിലെത്തി കാർഷിക വിളകൾ നശിപ്പിച്ചു. നന്ദനൻ എന്നയാളുടെ വീട്ടുപറമ്പിലെ 10ഓളം വാഴകൾ ഒടിച്ചിട്ടു. 7 ആനകളാണ് മണിക്കൂറുകളോളം പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞത്. ഏറെ നേരം കാട്ടാനകൾ നിലയുറപ്പിക്കുകയും ചെയ്തു. ചിക്ലായി മേഖലയിലും വീട്ടുപറമ്പുകളിൽ ആനക്കൂട്ടമെത്തി. സമീപത്തെ എണ്ണപ്പന തോട്ടത്തിൽ നിലയുറപ്പിച്ച 5 കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുകയാണ്. തുടർച്ചയായി 4-ാം ദിവസമാണ് ആനകൾ ഇറങ്ങുന്നത്. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് ചെയ്ത യുവാവ് പിടിയിൽ. മുംബൈ സ്വദേശി സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോൺക്രീറ്റ് തൊഴിലാളിയാണ് സുബ്രത. യുവാവ് മുംബൈയിൽ നിന്ന് സ്കേറ്റിംഗ് ചെയ്താണ് തൃശൂരിലെത്തിയത്. അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് പോലീസിന്റെ നടപടി. സ്വരാജ് റൌണ്ടിലൂടെ വീണ്ടും സ്കേറ്റിംഗ് ചെയ്യുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. മുംബൈയിൽ നിന്ന് 6 ദിവസം സ്കേറ്റിംഗ് ചെയ്താണ് ഇയാൾ തൃശൂരിലെത്തിയത്. തലൂരിലുള്ള തന്റെ സഹോദരനെ കാണുന്നതിന് വേണ്ടിയാണ് എത്തിയതെന്നും യുവാവ് പോലീസിന് മൊഴി നൽകി. CI MJ ജിജോ, SI വിപിൻ P നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. 2023 ജനുവരിയിൽ 4474 വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 408 പേർക്ക് ജീവൻ നഷ്ടമായി. കഴിഞ്ഞ ഡിസംബറിൽ 4171 വാഹനാപകടങ്ങളിൽ 392 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 2022 ജനുവരിയിൽ വാഹനാപകടങ്ങളുടെ എണ്ണം 3893 ആയിരുന്നെങ്കിൽ അതിൽ മരിച്ചവരുടെ എണ്ണം 383 ആയിരുന്നു. അതേ വർഷം ഡിസംബറിൽ 4088 റോഡ് അപകടങ്ങൾ ഉണ്ടായപ്പോൾ 405 പേർക്ക് ജീവൻ നഷ്ടമായി. കഴിഞ്ഞ 8 വർഷത്തിനിടെ കേരളത്തിലെ വാഹനാപകടങ്ങൾ കൂടി വരികയാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016-ൽ 39,420 അപകടങ്ങളാണ് നടന്നതെങ്കിൽ 2024 ഒക്ടോബർ വരെ 40,821 അപകടങ്ങൾ നടന്നെന്നാണ് കേരള പോലീസിന്റെ റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഒക്ടോബർ വരെ 40,821 അപകടങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത്. ഇതിൽ 3,168 മരണവും സംഭവിച്ചു. വാഹനമോടിക്കുമ്പോഴുള്ള അശ്രദ്ധയും റോഡിന്റെ അശാസ്ത്രീയതയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. TCV തൃശൂർ. ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കമായി. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ പിടികൂടാൻ 1 മാസം നീണ്ടുനിൽക്കുന്ന സ്പെഷ്യൽ ഡ്രൈവിനാണ് തുടക്കമായത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, അമിതവേഗം എന്നിവയായിരിക്കും പരിശോധനയിൽ കണ്ടെത്തി നടപടിയെടുക്കുക. നോട്ടീസ് നൽകിയിട്ടും പിഴയടയ്ക്കാത്ത ജില്ലയിലെ ട്രാഫിക് നിയമലംഘകർക്ക് പിഴയൊടുക്കാനായി ഈ മാസം 27, 28, 29 തീയതികളിൽ തൃശൂരിൽ സ്പെഷ്യൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. വരാക്കര കപ്പേളയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പിള്ളിയിൽ ഹോമിയോ ക്ലിനിക് നടത്തുന്ന ചുങ്കം സ്വദേശികളായ ഡോക്ടർ വിനീത് കുമാർ, ഡോക്ടർ പ്രീത, ബൈക്ക് യാത്രക്കാരനായ പള്ളിക്കുന്ന് സ്വദേശി കല്ലേരി വീട്ടിൽ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ നിന്ന് വന്നിരുന്ന ഡോക്ടർമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വരന്തരപ്പിള്ളി ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് ഡോക്ടർമാർ തെറിച്ചു വീണു. സ്കൂട്ടർ ഓടിച്ച ഡോക്ടർ പ്രീതയുടെ കാലിലാണ് ബൈക്ക് വന്നിടിച്ചത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികന്റെ കൈക്ക് നിസാര പരിക്കേറ്റു. ക്യാമറ വഴിയും അല്ലാതെയും ട്രാഫിക് ലംഘനത്തിന് നോട്ടീസ് ലഭിച്ചവർക്ക് തുക അടയ്ക്കാൻ പോലീസ് അദാലത്ത് സംഘടിപ്പിക്കുന്നു. 27, 28, 29 തീയതികളിലാണ് അദാലത്ത് നടത്തുന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ട്രാഫിക് ലംഘനം നടത്തിയവർക്ക് നോട്ടീസ് നൽകിയിട്ടും
5000-ത്തിലധികം പേർ പിഴയടച്ചില്ലെന്നാണ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ പിഴയടയ്ക്കാത്തവർക്ക് ഒരവസരം നൽകിയ ശേഷം കേസെടുക്കാനാണ് തീരുമാനമെന്ന് കമ്മീഷണർ ആർ. ഇളങ്കോ പറഞ്ഞു. തൃശൂർ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ആരംഭിക്കുന്ന കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയിലൂടെ വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനുള്ള ബുക്കിംഗ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിൽ നിന്നും കേരള വിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും TCV ഡയറക്ടറുമായ PM നാസർ സ്വീകരിച്ചു. COA ചേലക്കര മേഖലാ യോഗത്തിൽ വെച്ചാണ് 12 കേബിൾ ടിവി ഓപ്പറേറ്റർമാരിൽ നിന്നും ആദ്യ ബുക്കിംഗ് സ്വീകരിച്ചത്. ടാറ്റയുമായി സഹകരിച്ചാണ് സോളാർ വീടുകളിൽ സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ ചേലക്കര മേഖലാ ഇൻചാർജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ T. ജയപ്രകാശ്, TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റുമായ ജേക്കബ് ജെറോം, ജില്ലാ ട്രഷറർ ജോസ് CG, മേഖലാ സെക്രട്ടറി KV മനോജ്, ട്രഷറർ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലയിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന PP മാധവന്റെ സംസ്കാരം ഒല്ലൂരിലെ വസതിയിൽ നടന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VM സുധീരൻ, റവന്യൂ മന്ത്രി K. രാജൻ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അരനൂറ്റാണ്ടോളം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച മാധവൻ ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത്. കാണിപ്പയ്യൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി ചെറുമനേങ്ങാട് സ്വദേശി ജിഷാദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഥാപന ഉടമ എരുമപ്പെട്ടി സ്വദേശി അബുദാഹിറിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. സ്ഥാപനത്തിലെ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തിരുന്ന പ്രതി സാമ്പത്തിക കൃത്രിമം കാണിച്ച് സ്വന്തം അക്കൌണ്ടിലേക്ക് സ്ഥാപനത്തിലെ 22 ലക്ഷം രൂപ മാറ്റുകയും പിന്നീട് സ്ഥാപനത്തിലെ കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയും ഇത് ഇൻകം ടാക്സിന് അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇൻകം ടാക്സിൽ അറിയിക്കാതിരിക്കാൻ 16 ലക്ഷം രൂപ കൂടി പ്രതി ആവശ്യപ്പെട്ടതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. എറണാകുളം ഇടപ്പള്ളിയിൽ ബൈക്കുകൾ കൂടിയിടിച്ചുണ്ടായ അപകടത്തിൽ തളിക്കുളം സ്വദേശി മരിച്ചു. കലാനിക്കുറുപ്പൻ വീട്ടിൽ ലക്ഷ്മണന്റെ മകൻ 25 വയസ്സുള്ള വിനു ആണ് മരിച്ചത്. ഇടപ്പള്ളി കുന്നമ്പുറം പാലത്തിന് സമീപമാണ് 3 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. അപകടത്തിനിടയാക്കിയ മറ്റ് ബൈക്കുകൾ നിർത്താതെ പോയതായി പറയുന്നു. പരിക്കേറ്റ വിനുവിനെ നാട്ടുകാർ ഇടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് വിനു ഇടപ്പള്ളിയിൽ എത്തിയത്. സബ് സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ MLAയുടെ പ്രതിഷേധം. പരിയാരം പഞ്ചായത്ത് മോതിരക്കണ്ണിയിൽ നിർമ്മിച്ച ഹെൽത്ത് സബ് സെന്റർ ഉദ്ഘാടന വേദിയിലാണ് MLA സനീഷ് കുമാർ പ്രതിഷേധം അറിയിച്ചത്. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസനായിരുന്നു ഉദ്ഘാടക. പ്രതിഷേധവുമായി MLA സ്ഥലത്തെത്തുമെന്ന വിവരമറിഞ്ഞതോടെ പോലീസും സ്ഥലത്തെത്തി. ഏതാനും കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമെത്തിയ MLAയെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം വേദിയിൽ കയറിയില്ല. മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കഴിഞ്ഞതോടെ MLA വേദിയിൽ കയറി പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് MLA പറഞ്ഞു. എന്നാൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നേരിട്ട് പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന ഫണ്ടാണ് ഇതെന്നും MLAക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ ബോഡി യോഗം പുത്തൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി ബാദുഷാ കടലുണ്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണീസ്, ജോയിന്റ് സെക്രട്ടറി ശശി ആതിഥേയ, ട്രഷറർ അബ്ദുൽ അസീസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും ടോക്ക് ഷോയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള പ്രമേയം യോഗത്തിൽ അവതരിപ്പിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷനായി. DCC ഭാരവാഹികളായ MS ശിവരാമകൃഷ്ണൻ, P ശിവശങ്കരൻ,
CB ഗീത, K ഗിരീഷ് കുമാർ, ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൂർക്കഞ്ചേരി നടക്കുന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് N ശാന്തകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഫുട്ബോൾ പരിശീലകൻ PK അസീസ്, ആനി അബ്രഹാം, VV റേ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന മത്സരത്തിൽ ഇരിങ്ങാലക്കുട ഭാരതീയ ടെക്നിക്കൽ കോളേജ് വാടാനപ്പള്ളി അൽനൂർ ടെക്നിക്കൽ കോളേജിനെ നേരിട്ടു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 25ഓളം ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. കുചേല ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷ്ണ കുചേല സംഗമം സംഘടിപ്പിച്ചു. കിഴക്കേ നട മഞ്ജുളാൽ തറയിലുള്ള കുചേല പ്രതിമയെ വണങ്ങിയ ശേഷം ക്ഷേത്രനടയിലേക്ക് നാമജപ ഘോഷയാത്ര നടന്നു. തുടർന്ന് ഗുരുവായൂരപ്പന് മുന്നിൽ അവിൽ സമർപ്പണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് അവിൽ പൊതികൾ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ജയറാം ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടത്തുന്ന പൊതുമരാമത്ത് പ്രവർത്തികൾ കാലതാമസമില്ലാതെ നടപ്പാക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്ന് NK അക്ബർ MLA പറഞ്ഞു. ഗുരുവായൂർ നിയോജകമണ്ഡലം MLAയുടെ ആസ്തി വികസന പദ്ധതികളുടെയും പ്രത്യേക വികസന പദ്ധതികളുടെയും മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡ്, കെട്ടിടം എന്നിവയുടെ ഭരണാനുമതി, സാങ്കേതികാനുമതി, ടെൻഡർ തുടങ്ങിയ നടപടികളിൽ വലിയ കാലതാമസം വരുന്നതായും ഇക്കാര്യത്തിൽ സമയബന്ധിതമായി നടപടി സ്വീകരിക്കാനും MLA LSTD എഞ്ചിനീയർക്ക് കർശന നിർദ്ദേശം നൽകി. LSTD തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ഫിനാൻസ് ഓഫീസർ MJ ബാബു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മാളയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കൈനരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മാള കരിങ്ങാച്ചിറ നമ്പൂരിമഠത്തിൽ വീട്ടിൽ റമീസയാണ് ഭർത്താവ് നൌഷാദ് കുത്തി പരിക്കേൽപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കരാഞ്ചിറയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. പള്ളിമൂല, കൽപ്പക, മുനയം ഭാഗങ്ങളിലാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. ഇതുമൂലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനീകരണ ഭീഷണിയിലാണ്. മാലിന്യ നിക്ഷേപം തടയണമെന്നാവശ്യപ്പെട്ട് മുനയം സ്വദേശി ഷാജിമോൻ ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ കാട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പെൻഷൻ ദിനം ആചരിച്ചു. കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് PK ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PU പ്രേമദാസൻ അധ്യക്ഷനായിരുന്നു. KC തമ്പി, ഡോക്ടർ MK പ്രദീപ് കുമാർ, P കൃഷ്ണപ്രകാശ്, ജോസഫ് പുന്നമുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് വെറ്ററൻസ് അസോസിയേഷന്റെ ലോഗോ പ്രകാശന ചടങ്ങ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് വെറ്ററൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. വെറ്ററൻസ് അസോസിയേഷൻ രക്ഷാധികാരി തോമസ് കൊള്ളന്നൂർ, വൈസ് പ്രസിഡന്റുമാരായ വർഗീസ് മാളിയേക്കൽ, KM പരമേശ്വരൻ, ട്രഷറർ ഷാജി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ തീപിടുത്തം. കല്ലമ്പാറ KNK ആയുർവേദ ഷോപ്പിന്റെ ഗോഡൌണിലാണ് ചൊവ്വാഴ്ച രാത്രിയിൽ തീപിടുത്തമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന പച്ചമരുന്നുകൾ ഉൾപ്പെടെ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഇനി വാണിജ്യം.
നാറ്റ ബി ഡിസൈൻ ബിആർക്ക് പരിശീലന കേന്ദ്രമായ തൃശൂർ ഇഗ്നൈറ്റിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത കലണ്ടർ പുറത്തിറക്കി. 2025 ഇഗ്നൈറ്റ് കലണ്ടർ ഹൈദരാബാദ് IIT ക്യാമ്പസിൽ നടന്ന IIT ഹൈദരാബാദ് അലുമിനി മീറ്റിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. കലണ്ടറിന്റെ ആദ്യ കോപ്പി OVO.AI സാരഥി ആതിര രമേശിൽ നിന്ന് ഡോക്ടർ അഖില പാലറ്റും എഞ്ചിനീയർ നിഖിൽ നായരും ഏറ്റുവാങ്ങി. ബ്രോഡ്കോം എഞ്ചിനീയർ ശ്യാം മോഹൻ മുരളീധരൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. നാറ്റ ബി ഡിസൈൻ ബിആർക്ക് എന്നിവയിലെ മികച്ച പരിശീലനത്തിലൂടെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഇഗ്നൈറ്റ് ഇതിനോടകം സാംസ്കാരിക നഗരിയിൽ നടത്തുന്നത്. നാറ്റ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ കൂടാതെ ബിആർക്ക് പരീക്ഷകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച വിജയത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുകയാണ് ഇഗ്നൈറ്റ് തൃശൂർ. ഇതിനായി മികച്ച പഠന സാമഗ്രികളും വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകളുമാണ് ഇഗ്നൈറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മോഡൽ പരീക്ഷകളും പ്രാക്ടിക്കൽ പരിശീലനങ്ങളും മികച്ച വിജയത്തിന് അടിത്തറ നൽകുന്നു. ഇഗ്നൈറ്റിന്റെ നാറ്റ ആൻഡ് ബിആർ ക്രാഷ് ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 7356083669. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3178 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള ഇഡിയുടെ നടപടിയിൽ ഹൈക്കോടതി ഇടപെടൽ. ഇഡി കേസുകളിൽ കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടരുതെന്ന് ഹൈക്കോടതി. ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിയമം ലംഘിക്കേണ്ടി വരുമെന്ന് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. ഏത് വിധി വന്നാലും തൃശൂർ പൂരം ഇതുവരെ നടന്ന രീതിയിൽ തന്നെ ഇനിയും നടക്കുമെന്നും വത്സൻ തില്ലങ്കേരി. തൃശൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നു. ജില്ലാതലത്തിൽ തീർക്കാൻ കഴിയാത്ത പരാതികൾ ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ പരിഹരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. ഗജമുടി എസ്റ്റേറ്റിലെ തൊഴിലാളി ചന്ദ്രനാണ് മരിച്ചത്. വെറ്റിലപ്പാറയിൽ വീട്ടുപറമ്പുകളിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് ചെയ്ത യുവാവ് പിടിയിൽ. മുംബൈ സ്വദേശി സുപ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. യുവാവ് തൃശൂരിലെത്തിയത് മുംബൈയിൽ നിന്ന് സ്കേറ്റിംഗ് ചെയ്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡിസംബർ, ജനുവരി മാസങ്ങളിലാണെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. അപകടങ്ങൾ കുറയ്ക്കാൻ സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.